ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജി എഫ് ഗുഡ് ന്യൂസ് ഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ഇന്ന് വളരെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടി വളരെ സംസാര വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ജോസഫ് മാരിയ ദമ്പതികളുടെ കുടുംബത്തിലുണ്ടായ ആ ഒരു പ്രശ്നം. ഒത്തിരി ചാരിറ്റബിൾ ട്രസ്റ്റ് മൂലം പല കാര്യങ്ങളൊക്കെ നല്ല പ്രവർത്തനങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്ന അവരുടെ ജീവിതത്തിൽ ഒരു മാതൃകാ ദമ്പതികൾ എന്നറിയപ്പെട്ടിരുന്ന അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതായിട്ടുള്ള ആ കാര്യം അത് ഇന്ന് വളരെ ഒരു വിമർശനപരമായി അത് സോഷ്യൽ മീഡിയ വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് എൻ്റെ ഉള്ളിൽ തന്ന ചില വചനങ്ങളാണെന്ന് ഷെയർ ചെയ്യാൻ തക്കോണം ഞാൻ ആഗ്രഹിക്കുന്നത്. തമിഴ്നാട്ടിലെ ജോൺ ജബരാജ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ചെറിയ വീഴ്ച സംഭവിച്ചപ്പോൾ ഇതുപോലെ തമിഴ്നാട്ടിലുള്ള എല്ലാ ചാനലുകളും, അത് ക്രിസ്ത്യൻ ചാനലുകളും മറ്റ് പബ്ലിക് മീഡിയകളെല്ലാം അത് വളരെ ആഘോഷമാക്കി തിമിർത്ത് കൊണ്ടിരുന്നു. ആ സമയത്തും ചില കളക്ഷൻസ് എല്ലാം എനിക്ക് ലഭിക്കുകയും ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നെ അതിനെ തടുത്തതുകൊണ്ട് ഞാനത് ചെയ്യുവാനായിട്ട് പോയില്ല. ചില വീഡിയോകളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം വ്യൂസ് കൂടും, സബ്സ്ക്രൈബേഴ്സ് കൂടും. അങ്ങനെ ഞാനിത് ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കാത്തതുകൊണ്ട് ഞാനത് ദൈവത്തിന്റെ ഹിതത്തിന് വിപരീതമായ ഒരു കാര്യമാണെന്ന് തോന്നിയതുകൊണ്ട് ഞാനത് ആ വീഡിയോ ചെയ്തില്ല. അങ്ങനെയുള്ള വീഡിയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ കൂടുതൽ വ്യൂസ് വരും, കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വരും. എന്നാൽ എൻ്റെ ചില വീഡിയോകൾക്ക് ചില സമയത്ത് വളരെ കുറഞ്ഞ വ്യൂസേ വരാറുള്ളൂ. സബ്സ്ക്രൈബേഴ്സ് 1000 ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ 50 പേര് മാത്രം കാണുന്ന ചില വീഡിയോസ് ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങനെ ചെയ്ത ഒരു വീഡിയോയിൽ ആകെ വളരെ കുറച്ച് പേര് ഇത് കണ്ടിട്ടുള്ളൂ. പക്ഷെ അതുകൊണ്ട് ഒരു വലിയ ഗുണം എനിക്കുണ്ടായി. എന്നെ ചീത്ത വിളിക്കാനായിട്ട് ഫോൺ വിളിച്ച ഒരു സഹോദരൻ, അദ്ദേഹം രക്ഷിക്കപ്പെടുവാനിടയായിട്ട് തീർന്നു. അദ്ദേഹത്തിന് ഒരു വിടുതൽ ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അദ്ദേഹം ഇപ്പോൾ ഒരു സഭയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സാക്ഷ്യം പിന്നാലെ ഈ യൂട്യൂബ് ചാനൽ വഴി പുറത്ത് എത്തിക്കുന്നതായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള നമ്മുടെ ചുറ്റുപാടുകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നാം കാണുമ്പോൾ നമുക്ക് ഇത് നൽകുന്ന പാഠം എന്താണ്? നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് എന്താണ്? തിരുവഴുത്തിൽ നാം പരിശോധിച്ച് നോക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് നീതിയെക്കുറിച്ചും വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചും ഇന്ദ്രിയ ജയത്തെക്കുറിച്ചും ഒക്കെ ഭയങ്കരമായ പ്രസംഗം നടത്തി വന്നിരുന്ന ഒരാളായിരുന്നു. റോമൻ ഭരണാധികാരിയായിരുന്ന ഒരു ദേശാധിപതിയായിരുന്ന ഫെലിക്സ് എന്ന് പറയുന്നവൻ ഇടയ്ക്കിടയ്ക്ക് പൗലോസിന്റെ പ്രസംഗം കേൾക്കാനായിട്ട് വിളിക്കും. ആ പ്രസംഗം കേൾക്കാനായിട്ട് വിളിക്കുന്ന സമയത്ത് പൗലോസ് പ്രസംഗിക്കുന്ന ആ ഇന്ദ്രിയ ജയത്തെക്കുറിച്ച്, കണ്ണിനെ സൂക്ഷിക്കണം, നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കണം, എങ്ങനെയൊക്കെയുള്ള ഇന്ദ്രിയ ജയത്തെക്കുറിച്ചുള്ള പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ ഫെലിക്സ് തന്റെ ഭാര്യയുമായിട്ട് വന്നിരുന്നാണ് ഈ പ്രസംഗമെല്ലാം കേൾക്കുന്നത്. പുള്ളിക്ക് അതിന്റെ പിന്നിൽ വേറൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. കുറച്ച് പണം, പൗലോസിനെ പിടിച്ചതിന്റെ പേരിൽ കുറച്ച് പണം കിട്ടും, എന്നിട്ട് സ്വതന്ത്രമാക്കാമെന്ന് ധരിച്ചിട്ടാണ് പുള്ളി പ്രസംഗം കേൾക്കാനായിട്ട് വരുന്നത്. പൗലോസ് ദൈവത്തിന്റെ ഒരു ദാസനായതുകൊണ്ടും അപ്പോസ്തലനായതുകൊണ്ടും അദ്ദേഹം വളരെ ശക്തമായിട്ട് ഈ കാര്യത്തെക്കുറിച്ചെല്ലാം പ്രസംഗിച്ചു, ഇന്ദ്രിയ ജയത്തെക്കുറിച്ചൊക്കെ. ഇത് കേട്ട ഫെലിക്സ് ഭയന്നുപോയി. ഫെലിക്സ് പറഞ്ഞു, മതി, നമുക്ക് പിന്നീട് ഒരു അവസരം കേൾക്കാമെന്ന് പറഞ്ഞ് ഭയന്ന് ആ പ്രസംഗത്തിൽ നിന്ന് മാറിപ്പോകുന്നത്, ആ പ്രസംഗം കേൾക്കാതെ ഇറങ്ങിപ്പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്. 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കത്രേ ചെയ്തത്. പൗലോസ് 24 മണിക്കൂറൊക്കെ പ്രസംഗിക്കുന്ന ആളാണ്. അങ്ങനെയൊക്കെ കേട്ടിരിക്കാൻ ആളുകളുണ്ട്. അങ്ങനെ കേട്ടിരുന്ന സമയത്താണ് ഒരാൾ ഉറക്കം തൂങ്ങി താഴെ വീണ് മരിച്ചു പോകുക ചെയ്ത് പൗലോസ് അവനെ സുഖപ്പെടുത്തിയതും അവൻ ജീവൻ കൊടുത്തൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് തിരുവഴുത്തിലൂടെ അറിയാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ നാം ഒരു നല്ല മെസ്സേജ് കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ ഒരു നല്ല ശുശ്രൂഷ ചെയ്തതിന് ശേഷം നാം എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എപ്പോഴും വീണു പോകാവുന്ന ഒരു ജഡശരീരത്തിലാണ് നാം വസിക്കുന്നത്. നല്ലൊരു പ്രസംഗം നടത്തുമ്പോൾ നമുക്ക് നമ്മോട് തന്നെ ഒരു ആദ്യഫലം ലഭിച്ചു, നമുക്ക് തന്നെ ഒരു സംതൃപ്തി തോന്നി, ഒരു നിഗളം വരുവാനുള്ള സാധ്യതയുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ തന്നെ തിരസ്കരിക്കപ്പെട്ടു പോകുമോ? അതുകൊണ്ട് ഞാൻ എൻ്റെ ശരീരത്തെ കർശനമായിട്ട് നിയന്ത്രിക്കുകയാണ്. എങ്ങനെയാണ് ശരീരത്തെ കർശനമായിട്ട് നിയന്ത്രിക്കുന്നത്? പ്രസവം കഴിഞ്ഞ ശേഷം അദ്ദേഹം വന്ന് ഉപവാസം എടുത്തിട്ടുണ്ടാവും. തൻ്റെ ശരീരത്തിൽ ന്യായവിധിയെക്കുറിച്ചും വരാനുള്ള ന്യായവിധിയെക്കുറിച്ചും ഇന്ദ്രിയ ജയത്തെക്കുറിച്ചൊക്കെ ശക്തമായിട്ട് ഘോരം പ്രസംഗിച്ചതിന് ശേഷം അദ്ദേഹം വന്ന് അടുത്ത ദിവസം വീണ്ടും പ്രസംഗിക്കാനായിട്ട് പോയില്ല. അദ്ദേഹം തൻ്റെ ശരീരത്തെ കൺട്രോൾ ചെയ്തു. അനേക ദൈവദാസന്മാരും തിരക്കുള്ളവരായി മാറിക്കഴിയുമ്പോൾ, ഞാൻ എൻ്റെ ഈ ചെറിയ ശുശ്രൂഷ, ഈ ചെറിയ ചാനൽ വഴി എനിക്ക് ധാരാളം ഫോൺ കോളുകൾ വരുന്നുണ്ട്, ധാരാളം സ്ഥലത്തേക്ക് എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ പോകാറില്ല. ദൈവത്തിന് നിയോഗമില്ലാത്ത ഒരിടത്തേക്ക് ഞാൻ പോകാറില്ല. ഒരു പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ട് ഓടാൻ വേണ്ടിയിട്ടല്ല ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്.
മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടണം, ചില ആളുകൾ രക്ഷിക്കപ്പെടണം. ഒരു ആത്മാവ് രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഭൂലോകത്തേക്കാൾ വിലയേറിയതാണ് ഒരു ആത്മാവ്. ദൈവത്തിന്റെ കൃപയാൽ ഈ ഒരു ചെറിയ ചാനൽ മുഖാന്തരം ചില ആളുകൾ രക്ഷിക്കപ്പെടുവാൻ ദൈവം ഇടയാക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർ സഭകളിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഇവിടെ ഒരു സഭ വളർത്തിയെടുത്ത് അവരെ അതിലേക്ക് കൊണ്ടുവരാനല്ല. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വിദേശ രാജ്യങ്ങളിൽ നിന്നും എന്നെ വിളിക്കുന്ന ചില ആളുകൾ, ഇത് ചെറിയ ചാനലാണെങ്കിലും എനിക്ക് അങ്ങനെയുള്ള കോളുകൾ വരുന്നുണ്ട്. ഞാൻ അതിന് അവൈലബിൾ ആണെന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ടായിരിക്കാം ദൈവം അങ്ങനെയുള്ള ആളുകളെ എൻ്റെ അടുക്കിലേക്ക് അയക്കുന്നത്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഞാൻ അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കും, ഞാൻ അവരുടെ കാര്യങ്ങൾ ദൈവസ്ഥനിലേക്ക് കൊണ്ടുചെല്ലും. ദൈവം അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ എൻ്റെ അടുക്കിലേക്ക് അയക്കുന്നു, എന്നെ വിളിക്കുന്നു, ഞാൻ അവരുടെ സുവിശേഷം അറിയിക്കുന്നു, അവർ രക്ഷിക്കപ്പെടുന്നു. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ രക്ഷിക്കപ്പെട്ടു. എന്നാൽ അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു സംഗതിയെ ദൈവം എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നീ ഏതെങ്കിലും ഒരു സഭയിൽ പോയിട്ട് അവിടെ ഈ ഡെലിവറൻസ് മിനിസ്ട്രി എല്ലാം നടത്തുന്ന ഒരു ദേവദാസനെ കണ്ട് നിന്റെ അകത്ത് പോയിരിക്കുന്ന സംഗതി വെളിയിൽ പോകണം, അതിനുവേണ്ടി നീ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഞാൻ അവനെ അയച്ചു. അവനറിയില്ല, എവിടെ പോകണമെന്ന് അറിയില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ സഹോദരൻ എന്നെ വിളിച്ചു. ഞാൻ എങ്ങോട്ടാണ് പോകണം? ഞാൻ പറഞ്ഞു, നീ അന്വേഷിക്കുക, അവിടെ എവിടെയെങ്കിലും ഒരു സഭ ഉണ്ടാകും, നീ അവിടെ പോവുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അന്വേഷിച്ചു. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ട സമയത്ത് ദൈവാത്മാവിന്റെ ഒരു ലീഡിങ് പെട്ടെന്ന് എനിക്ക് ഉണ്ടാവുകയും ഞാൻ അവനുമായിട്ട് സംസാരിച്ചുകൊണ്ട സമയത്ത് എനിക്ക് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടാവുകയും ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. പെട്ടെന്ന് ആ സഹോദരൻ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. അവനോട് പറഞ്ഞു, എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു, ഞാൻ ഛർദ്ദിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഛർദ്ദിക്കും, മുഴുവനായിട്ട് ഛർദ്ദിക്കുക, ഒട്ടും വെച്ചക്കരുത്, മുഴുവൻ ഛർദ്ദിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പിടിച്ചു നിൽക്കണം. നീ എവിടെയാണ് നിൽക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ പുറത്താണ്, റോഡിന്റെ സൈഡിലാണ്, ഒരു ഭിത്തിയിൽ ചാരി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, മുറുകെ പിടിക്കുക, താഴെ വീഴരുത്, നീ ഛർദ്ദിക്കാൻ പറഞ്ഞു. അവൻ 2-3 പ്രാവശ്യം ഛർദ്ദിച്ച് ഭയങ്കരമായ കയ്പോടുകൂടി കാഞ്ഞിരം പോലെ കഴിക്കുന്ന എന്തോ വസ്തു അവൻ്റെ ഉള്ളിൽ നിന്ന് വെളിയിൽ പോയി. അവൻ ഫ്രീ ആയി, അവൻ സ്വതന്ത്രനായി, അവൻ്റെ ബുദ്ധി തെളിഞ്ഞു, അവന് പല കാര്യങ്ങളും മനസ്സിലാക്കുവാൻ തക്ക ഇടയായിട്ട് തീർന്നു. അതിനുശേഷം അവനെ ഞാൻ അവിടെ അടുത്തുള്ള ഒരു സഭ അന്വേഷിക്കാനായിട്ട് പറഞ്ഞു. അവനിപ്പോൾ ഒരു സഭയിലേക്ക് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വ്യൂസ് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട്, ആളുകളുടെ പ്രശംസ പിടിച്ചു പറ്റുവാൻ വേണ്ടിയിട്ടൊക്കെ ഒത്തിരി നല്ല രീതിയിൽ നമുക്ക് ബുദ്ധിപരമായിട്ട് ശുശ്രൂഷകളൊക്കെ ചെയ്യുവാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ നിയോഗമില്ലാതെ, ദൈവത്തിന്റെ ആലോചന ഇല്ലാതെ നമ്മൾ അതിനൊക്കെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വലിയ ദൈവം നമ്മെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അതിനകത്ത് വലിയ ഒരു ദൈവത്തിന്റെ സപ്പോർട്ട് ഉണ്ടായിക്കൊള്ളാൻ സാധ്യതയില്ല. ദൈവം ചില സമയത്തൊക്കെ കരുണ കാണിച്ചെന്ന് വന്നേക്കാം. പൗലോസ് പറയുന്നത്, ഞാൻ തന്നെ പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ തള്ളപ്പെട്ടു പോകുമോ എന്ന് എനിക്ക് ഭയമുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ശരീരത്തെ കൺട്രോൾ ചെയ്യുകയാണ്, ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ചടിമയാക്കുക. സുവിശേഷം പറഞ്ഞതിന് ശേഷം അവൻ ഉപവാസം എടുത്ത് അവൻ്റെ ശരീരത്തെ കൺട്രോൾ ചെയ്യുക. കാരണം ഈ ശരീരം, ഈ ജഡം, അത് ബലഹീനമാണ്. അത് ഇന്ദ്രിയജയത്തെ കുറിച്ചൊക്കെ പ്രസംഗിച്ചതിന് ശേഷം അതിൽ തന്നെ വീണു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ അവൻ കൺട്രോൾ ചെയ്ത് അവൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പത്രോസിനോട് കർത്താവ് പറഞ്ഞു, 1 മണിക്കൂർ നേരം നിങ്ങളൊന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ, 1 നാഴിക ഒന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ, ഒരു പരീക്ഷ വരാൻ പോവുക. അപ്പോ അതിനു മുമ്പ് കർത്താവിനോട് പത്രോസ് പറഞ്ഞു, ആരൊക്കെ നിന്നെ തള്ളി പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളി പറയില്ല. നീ 3 വട്ടം എന്നെ തള്ളി പറയുന്നവർ, നിന്നോട് കൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളി പറയില്ല. ഇതൊക്കെ ആത്മാർത്ഥതയോടുകൂടി തന്നെ പറഞ്ഞത്. പക്ഷെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നില്ല. ഒരു പരീക്ഷ വരാൻ പോകുന്നു, ഒരു ടെസ്റ്റ് വരാൻ പോകുന്നു. അതിനു മുമ്പ് ദൈവത്തിന്റെ ആത്മാവ് പ്രേരണ കൊടുത്തു. കർത്താവ് പറഞ്ഞു, നീ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. പക്ഷെ കർത്താവ് പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഇവർ കിടന്ന് ഉറങ്ങിയായിരുന്നു. കർത്താവ് ചോദിച്ചു, 1 നാഴിക നേരം നിനക്ക് എന്നോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലേ? സംഭവിച്ചത് എന്താണ്? അവൻ വീണുപോയി. ആ പരീക്ഷയിൽ അവൻ തള്ളപ്പെട്ടു പോയി. അവൻ യേശുക്രിസ്തുവിനെ അറിയില്ല എന്ന് പറഞ്ഞു, പ്രാകാൻ തുടങ്ങി, ശപിക്കാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, ദൈവകൃപയില്ലാതെ നമുക്ക് നിൽക്കാൻ സാധിക്കില്ല. നാം നിൽക്കുന്ന ഈ തലമുറ എന്ന് പറയുന്നത് ഭയങ്കരമായ അധർമ്മം പെരുകുന്ന ഒരു തലമുറയാണ്. അടുത്ത തലമുറകൾ, കർത്താവ് വരാൻ താമസിച്ചാൽ അടുത്ത തലമുറകൾ എന്താകുമെന്നുള്ളതിനെ കുറിച്ചുള്ള ഭയം എനിക്കുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ മക്കളുടെ മക്കൾ, അവരുടെയൊക്കെ തലമുറകൾ അവരെങ്ങനെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുമെന്നുള്ളതിനെ കുറിച്ചുള്ള ഭാരം എനിക്കുണ്ട്. ഒരു വല്ലാത്ത തലമുറകളാണ് നാം ജീവിക്കുന്നത്. അധർമ്മം പെരുകുന്നു, അനേകരുടെ സ്നേഹം തണുത്തു പോകുന്നു, സഭകളിൽ വിശ്വാസികൾ കുറയുന്നു, പാസ്റ്റർമാരോട് ആർക്കും ദൈവഭയമില്ല, പാസ്റ്റർമാരോട് ഒരു മര്യാദയില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ ഭയപ്പെടേണ്ടതായിട്ടുണ്ട്, ദൈവത്തിൽ ആശ്രയിക്കേണ്ടതായിട്ടുണ്ട്, നമ്മുടെ ശരീരത്തെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ഉപവാസം എടുക്കുക. നമ്മൾ ഇപ്പൊ കഴിഞ്ഞ ഒരു ദിവസം എന്നെ ഒരു സഹോദരൻ വിളിച്ചിട്ട് ചോദിച്ചു, എങ്ങനെ ഉപവാസം എടുക്കണം? ഞാൻ പറഞ്ഞു, 1 നേരം എടുക്കുക. കുറെ രോഗങ്ങളുള്ള ഒരു സഹോദരൻ, 1 നേരം എടുക്കുക, രാവിലെ മുതൽ ഉച്ച വരെ എടുക്കുക, 1 നേരം ഭക്ഷണം ഒഴിവാക്കുക, അങ്ങനെ ഒരാഴ്ച എടുക്കുക. അപ്പോൾ ഒരു 2 ദിവസത്തെ ഉപവാസത്തിന്റെ ഫലം ലഭിക്കും. അങ്ങനെ ഞാൻ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ ചോദിച്ചു, ഞാൻ രാവിലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ 5 മണിക്ക് ഭക്ഷണം കഴിക്കാറുള്ളത് എന്ന് പറഞ്ഞു. അതുവരെ എന്ത് ചെയ്യും? അതുവരെ ഞാൻ എൻ്റെ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകും. ഞാൻ പറഞ്ഞു, അതിന് ഉപവാസം എന്നല്ല പറയുന്നത്,
അതിന് പറയുന്നവർ പട്ടിണി ഇരിക്കാന്ന് പറയും. ഉപവസിക്കുക, ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുക, ദൈവവചനം കേൾക്കുക, ദൈവവചനം വായിക്കുക, ദൈവവചനത്തെ ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, ദൈവത്തോട് അടുത്ത് വസിക്കുക. അതുകൊണ്ട് നമുക്ക് ഈ തലമുറയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നേടുവാൻ, നമ്മുടെ തലമുറയെ നേടുവാൻ, നാം നിൽക്കുന്ന ഇടങ്ങളിൽ ആത്മഹത്യകൾ നടക്കാതിരിക്കുവാൻ, മന്ത്രവാദങ്ങൾ നടക്കാതിരിക്കുവാൻ, ആഭിചാരങ്ങൾ നടക്കാതിരിക്കുവാൻ, മനുഷ്യർ പീഡിപ്പിക്കപ്പെടാതിരിക്കുവാൻ നാം ദൈവസന്നിധിയിൽ നിന്ന് കരയുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യണം. നമുക്ക് ഫിലോക്കാലിയ എന്ന് പറയുന്ന ആ ജോസഫ് മാരിയോ ദമ്പതികളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം, ആ സഹോദരിയെക്കുറിച്ച് ഞാൻ മുൻപ് കേട്ടിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ്. ഈ മനുഷ്യൻ മരിക്കാൻ കിടന്നപ്പോൾ ആ സഹോദരി അവന് ജീവൻ കൊടുക്കാൻ ഒരു പ്രത്യാശ കൊടുത്ത് അവനെ മുന്നോട്ട് നയിച്ച ഒരു സഹോദരിയാണ്. പക്ഷെ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിച്ചു. അവർ തിരക്കുള്ളവരായിട്ട് തീർന്നു. അവർക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടി കാണുകയില്ല. നാം തിരക്കിലകപ്പെടുമ്പോൾ നാം അപകടത്തിലാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, തിരക്കിലാകാതിരിക്കുവാൻ അല്പം ഒന്ന് മാറി നിൽക്കുക. ഞാൻ ചില സമയത്തൊക്കെ 2-3 ദിവസം നല്ല വീഡിയോ ഒക്കെ ചെയ്തതിനു ശേഷം ഞാൻ ചില 2 ദിവസം കുറച്ച് മാറി നിൽക്കും, ദൈവത്തിന്റെ ഒരു ഗൈഡൻസിന് വേണ്ടി. ദൈവം അതിനെ തരുന്നില്ലേ ഓടി വന്ന് കയറി എന്ന് പ്രസംഗിച്ച് അങ്ങനെ അത് പോയിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യുവാൻ, ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുവാൻ ഇന്നത്തെ വചന കേൾവി മുഖാന്തരമായി തീരട്ടെ. കർത്താവിന്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഈ അനുഗ്രഹീതമായ നല്ല ദിവസമായിട്ട് അങ്ങേ സ്തുതിക്കുന്ന കർത്താവ്, വചനം കേട്ട മക്കളൊക്കെ നീ അനുഗ്രഹിക്കണമേ കർത്താവേ. കർത്താവേ, ഈ വചനം മുഴങ്ങി ചെല്ലുവാൻ, ഓരോരുത്തരും കൺട്രോൾ ചെയ്യപ്പെടുവാൻ, പ്രസംഗിച്ച ശേഷം കൊള്ളാത്തവനായി തീരാതെ ദൈവമേ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുവാൻ, ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുവാൻ എൻ്റെ മക്കൾക്ക് നീ കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട ഓരോ മക്കളെ അനുഗ്രഹിക്കണം. സബ്സ്ക്രൈബേഴ്സിനെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണം. വചനം കേൾക്കുന്ന ഓരോരുത്തരോടും കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് അങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം മുഖത്തെടുത്താട്ടെ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.